നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മണിശങ്കർ അയ്യർ ഉയർത്തിയ വിവാദത്തെക്കുറിച്ചാണ്. മണിശങ്കർ അയ്യർ കോൺഗ്രസിൻ്റെ സമുജ്വലനായ നേതാവാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കേരളത്തിൽ വിഷൻ 2031 എന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടുവരികയും അദ്ദേഹം ആ സെമിനാറിൽ തൻ്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വിഷയം കേരളത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞു പിണറായി വിജയൻ മൂന്നാമതും വരണം എന്ന്. അതല്ലായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹം കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്തുകയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും മികച്ച തോതിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയൊരു സംസ്ഥാനമാണ് കേരളം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അതായിരുന്നു. എന്നാൽ കേരളം പ്രായോഗിക തലത്തിൽ മാത്രമാണ് ഒന്നാമത്, നിയമപരമായ കാര്യത്തിൽ അത് രണ്ടാമതാണ് എന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്നാമത് നിയമനിർമ്മാണ പ്രക്രിയയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കർണാടകയാണ്, കോൺഗ്രസ് ഭരിക്കുന്നതായിട്ടുള്ള കർണാടകയാണ്. അദ്ദേഹം ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പരിപാലിച്ചൊരു സംസ്ഥാനം കർണാടകമാണ്. അതുകൊണ്ടാണ് കർണാടകത്തിൽ നിയമനിർമ്മാണം കൃത്യമായിട്ട് നടത്താനായിട്ട് കഴിഞ്ഞത്. എന്നാൽ കേരളത്തിൽ നിയമനിർമ്മാണം നടപ്പാക്കാൻ കഴിഞ്ഞില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ. അത് ഇനി നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ പ്രായോഗിക രംഗത്ത് അത് കൃത്യമായി കേരളത്തിലെ ഏറ്റവും മികച്ച തോതിൽ ജനകീയാസൂത്രണം നടത്തിയ ഒരു സംസ്ഥാനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം തന്നെ അതാണ്. അതുപോലെ നിയമനിർമ്മാണ പ്രക്രിയയിലും കേരളം വളരേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കേരളത്തിലെ നിയമനിർമ്മാണ പ്രക്രിയ നടത്താൻ വേണ്ടി തുടർ ഭരണം ആവശ്യമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം ആവശ്യമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ജയിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജനകീയാസൂത്രണ പദ്ധതി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഏറ്റവും മികച്ച തോതിൽ എവിടെ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. അത് നടപ്പിലാക്കാനായിട്ട് മൂന്നാമതും പിണറായി വിജയൻ്റെ സർക്കാർ വരണം എന്നുള്ള അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയ ആ ഒരു വിഷയത്തെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഈ വിഷയത്തെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് മറിച്ച രീതിയിലായിരുന്നു. കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഇയാൾ ഏത് കോൺഗ്രസ്സുകാരൻ എന്നാണ്. അതിന് അവരുപയോഗിച്ച ഭാഷ നമുക്ക് പ്രയോഗിക്കാനായിട്ട് കൊള്ളുന്നതല്ല. ഇവരെക്കാൾ എത്രയോ സീനിയറായ, എത്രയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതോചിതമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സെമിനാർ പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്തിയ ഒരു കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാടിനെ എതിർക്കാം. അതിന് പകരം അയാൾ കോൺഗ്രസ്സുകാരനെ അല്ല എന്ന നിലയ്ക്ക് വർത്തമാനം പറയുകയും തൊട്ടടുത്ത ദിവസം അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ പോലെ ആളുകൾ ഏത് പൊസിഷനാണ് ഇരിക്കുന്നത് അദ്ദേഹം ചോദിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ്. അത്തരം ആളുകൾ ഇരുന്ന കസേരയിൽ കയറി ഗുണ്ടാ സ്വഭാവമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചത് വീണ്ടും കോൺഗ്രസ്സിന് കൂടുതൽ ക്ഷീണമായി തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന് പൊതുവെ വരുത്തേണ്ടതായിട്ടുള്ളൊരു മാറ്റം ഇതാണ്. ഒരാൾ പിണറായി വിജയൻ്റെ സർക്കാർ വരണം എന്ന് പറഞ്ഞാൽ ഉടനെ അയാളെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പ്രതിപക്ഷം മുഴുവനും കൂടി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. പിണറായി വിജയൻ്റെ സർക്കാർ വരണ്ട എന്ന് പറഞ്ഞതാണ് സച്ചിദാനന്ദൻ മാഷ്. ഉടനെ CPM-നകത്തുള്ള ആളുകൾ മുഴുവനും അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനായിട്ട് നടന്നു. ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോരുത്തരും അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ആ അഭിപ്രായ പ്രകടനങ്ങളെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിട്ട് വിടുക. ആ അഭിപ്രായ പ്രകടനം അവർ നടത്തുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ട്. ആ കാഴ്ചപ്പാടുകൾ അവളെ അവതരിപ്പിക്കുന്നു. മണിശങ്കർ അയ്യർ എന്താ ചെയ്ത് ജനകീയാസൂത്രണത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അദ്ദേഹത്തിന് അതൊരു സ്വപ്നം പോലെ കൊണ്ടുവരുന്ന കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ സ്വപ്ന പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരള സംസ്ഥാനത്തെ പുകഴ്ത്തുകയാണ് ചെയ്തത്. അതിനൊരു തുടർ ചലനം ആവശ്യമാണ്. അതിന് പിണറായി സർക്കാർ വരുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സച്ചിദാനന്ദൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എക്കാലത്ത് നിലനിൽക്കേണ്ടതാണ്. അത് നിലനിൽക്കണമെങ്കിൽ ഈ രീതിയിൽ
തുടർ ഭരണം അതിന് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, ഇപ്പോൾ 10 വർഷം ആയല്ലോ, 10 വർഷം ഭരണം കഴിഞ്ഞ് വീണ്ടും ഭരണത്തിൽ വരാതിരുന്നാൽ കുറച്ചുകൂടി ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവും എന്നാണ് അദ്ദേഹം കരുതിയത്. അത് അദ്ദേഹം പറഞ്ഞു അതങ്ങനെയാണ് ആ കാര്യം എടുക്കേണ്ടത്. കാരണം ഒരു പാർട്ടി തന്നെ നിരന്തരമായിട്ട് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ആ പാർട്ടിക്ക് ജീർണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധികാരപ്രമത്തത അതിന് കൂടുതലായിട്ടുള്ള സാധ്യത, അധികാരം ദുരാധികാരമായി മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അധികാരം ആരുടെ കൈകളിലാണ് എത്തിയത്? അത് കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈകളിലാണ് എത്തി. പിന്നീട് തുടർന്ന് 15 വർഷക്കാലം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണം മാത്രമായിരുന്നു, ഏക പാർട്ടി ഭരണത്തിൻ്റെ കാലമായിരുന്നു. പിന്നീടാണ് ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള സർക്കാരുകൾ വരാനായിട്ട് തുടങ്ങിയത്. ആദ്യം അത് കേരളത്തിൽ തന്നെയാണ് വന്നത് എന്ന് നമുക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലും പിന്നെ പ്രാദേശിക പാർട്ടികളൊക്കെ അധികാരത്തിൽ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എന്താ സംഭവിച്ചത്? ആ പാർട്ടികളൊക്കെ വളർന്നു വന്നു. അതിനോടൊപ്പം തന്നെ പിന്നീട് ജനസംഘത്തിൻ്റെ പുതിയ രൂപമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും വന്നു. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് അഴിമതിക്കാരുടെ പാർട്ടിയായി മാറി എന്നുള്ളതാണ്. അത് വിളിച്ചു പറഞ്ഞ അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ ഡൽഹിയിലിരുന്ന് മൈതാനിയിലിരുന്ന് വലിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സർക്കാർ അന്ന് താഴെ വീണത്. പക്ഷേ പ്രശ്നം എന്താണ്? ആ സർക്കാർ താഴെ പോയതിന് ശേഷം പിന്നീട് ആ സർക്കാരിന് തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സ്ഥലത്ത് നിന്നും ഭരിക്കുന്ന പാർട്ടി പുറത്താക്കപ്പെട്ടാൽ പിന്നീട് ആ പാർട്ടി തിരിച്ചു വരുന്ന ഒരു സവിശേഷത ഇന്നത്തെ കാലത്തില്ല എന്നുള്ളതാണ്. സച്ചിദാനന്ദൻ മാഷ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നൊരു പ്രശ്നത്തിന് അഭിസംബോധന ചെയ്യുന്നു മാത്രമാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. അധികാരമില്ലെങ്കിൽ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോകാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ വരിക എന്ന് പറയുന്ന ഒരു സമീപനമാണ് ആ പാർട്ടി സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണ്? കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തെ കണക്കാക്കുകയും കേരളത്തിൽ കഴിഞ്ഞ 2 ടേമായിട്ട് 10 വർഷമായിട്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയും ചെയ്യാണ്. ഇനി അധികാരത്തിലേക്ക് അവർ തിരിച്ചു വന്നില്ല എങ്കിൽ അവർക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇടമുണ്ടാവില്ല എന്നവർ കരുതുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് അവർക്ക് വേണ്ടി സംസാരിച്ചായിട്ടുള്ള പ്രൊഫസർ കാരശ്ശേരി മാഷ് പറഞ്ഞ കാര്യം അതുതന്നെയാണ്. കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ വീണ്ടും വരേണ്ടതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസിനെ ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളാണ് ശക്തിപ്പെടുത്തേണ്ടതും അതേപോലെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള രീതിയിൽ ജനകീയമാക്കി മാറ്റിത്തീർക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് മണിശങ്കർ അയ്യർ ആദ്യം പറഞ്ഞ ആ വിഷയം എന്ന് പറയുന്നത് ഇഷ്യൂ ബേസ്ഡായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം 2031 വരുന്ന ഒരു വിഷനെക്കുറിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ 1931 മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഗാന്ധി അന്ന് പറഞ്ഞത് എൻ്റെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന സർക്കാർ ഏതാണോ ആ സർക്കാരാണ് ഏറ്റവും ജനകീയമായിട്ടുള്ള സർക്കാർ എന്നത്. അതേപോലത്തെ ഒരു സർക്കാർ വരുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നം കൂടി പങ്കുവച്ചിട്ടാണ് ജനകീയാസൂത്രണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിലേക്കും എത്തിച്ചേർന്ന് അതിന് ശരിയായ രീതിയിൽ വായിക്കുകയോ ചർച്ച ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിനെതിരെ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് കാണിച്ചിട്ടുള്ളത്.